ഇന്ന് എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോകുക. കാരണം ലിപിക്ക് സ്കൂളിൽ കുറച്ച് പരിപാടിയുണ്ട്. നീറ്റിൻ്റെ എക്സാമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അവൾക്ക് ഇൻവിജിലേറ്ററായിട്ട് നിൽക്കണം. സോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ വീട്ടിലോട്ട് പോവുക. ഉച്ച കഴിഞ്ഞിട്ടാണ് എക്സാം. തീരുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആകും. അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും നാളെ ഇങ്ങോട്ട് വരാൻ സാധ്യതയുള്ളൂ. ഇവിടുത്തെ ജസ്ലിൻ്റെ അങ്കിൾ വന്നപ്പോൾ കൊടുത്ത പാകമായിട്ടിരിക്കും. മനസ്സിലായി? പാട്ട് പഠിക്കും. ഇതിനകത്ത് വണ്ടിയൊക്കെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സെബാന് വേണ്ടിയിട്ട് ലിബിൻ തന്ന. ബാ കുഞ്ഞേ പോവാം. കൊടുക്കാനാ ഇത്? ഇല്ല, ഇത് സെബാന് കൊടുക്കാനാ കേട്ടോ. സെബാന് കൊടുക്കണേ. ലിബിനങ്ങൾ തന്നാന്ന് പറയുമോ? ഇടുക്കി അമ്മേനെ വിളി, വാന്ന് പറ, പോയിട്ട് വരാമെന്ന് പറ. എക്സാം ഉച്ച കഴിഞ്ഞിട്ടാണ്. ഒരു 5:30 ആകുമ്പോൾ തീരും. മറ്റേ മെഡിക്കൽ എൻട്രൻസിൻ്റെ എക്സാമാണ്. ഹെൽമെറ്റ് എടുത്തോ? സെബാനെന്ന് വിളി. ലിബിനങ്ങൾ കാറൊന്നും വിളിക്ക്. ഞങ്ങൾ തന്നതാ. കൊടുക്ക്. അതുപോലെ ഞങ്ങൾ ഇറങ്ങിയപ്പോ ഒരു പള്ളിയിലായിരുന്നു. ചെരുപ്പ് പാട്ട് കേൾപ്പിച്ചു കൊടുത്തേ. അപ്പായി പാട്ട് കേൾപ്പിച്ചു കൊടുത്തു. സെബാന്തി കൊടുത്ത കാറുമായിട്ട് ഇവിടെ വന്ന് കളിക്കാൻ. ദേ ജസ്ലി, മമ്മി സ്കൂളിൽ പോകും കേട്ടോ. ഇനി 4 മണിയാകുമ്പോഴേ വരത്തുള്ളേ. അതുവരെ നമുക്ക് ഇവിടെ നിന്ന് കളിക്കാം. ആരും കയറ്റുന്നില്ല. ഇതിനകത്ത് ലിബി ഇവിടുന്ന് കയറി പോവായത്. ആരും കയറ്റുന്നില്ല. വണ്ടി പോലും പാർക്കാൻ പറ്റത്തില്ല. ജസ്റ്റിൽ ലിബിനെ ആക്കി ഞാൻ പോയി. ഇനി ഉച്ച കഴിഞ്ഞിട്ട് വരാം. എക്സാമിന് വൈകിട്ടേ തീരത്തുള്ളൂ. 5:30 ആകും. അപ്പോൾ ലിബി വിളിക്കും. 2 മണി തൊട്ട് 5:30 വരെ എന്തോ വെച്ചാൽ. ഓക്കെ, നമ്മൾ വീട്ടിലോട്ട് ഇറച്ചിയൊക്കെ വാങ്ങിച്ചു. ആ കോഴിനെ തുറന്നിട്ട് പൂച്ച പിടിക്കും. ബാ അതെ, നമുക്കിത് ഇതുണ്ട്. അതെ, നമ്മുടെ വഴുതനങ്ങ വലുതായ ഉണ്ടോ? 1 ഉണ്ടോ, 2. അയ്യോ പറിക്കല്ലേ. ദേ അങ്ങോട്ട് 3. അയ്യോ പറിക്കണ്ട. ദേ 4. ഇത് ഇച്ചിരി കൂടെ വലുതാകുമ്പോൾ പറിക്കാം. കണ്ടാ? പറിക്കല്ലേ. ദേ കണ്ടത് 5. കണ്ടോ കണ്ടോ? പറിക്കല്ലേ. ദിസ് തുമ്പി പെണ്ണ് പറിക്കാതെയുണ്ട് മിക്കവാറും. പറിക്കല്ലേ കുഞ്ഞിനെ, പറിക്കല്ലേ കേട്ടോ. അത് നമ്മുടെ പീച്ചിങ്. അതെ, പീച്ചിങ് ഒരുപാടുണ്ടായിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7. ഉമ്മ കൊടുത്തോ. ജസ്റ്റ് കോഴീനെ തുറന്നു വിട്ടിട്ടിരിക്കുക. ആ പൂച്ച വന്ന് പിടിക്കായിരുന്നു മതി. നമ്മുടെ കോഴിയൊക്കെ വലുതായി. 6 എണ്ണം ഉണ്ടായിരുന്നു. 3 എണ്ണം ചത്തുപോയി. പൂച്ച പിടിച്ചിട്ടുണ്ട്. നമുക്ക് 6 കോഴി ഉണ്ടായിരുന്നേ. 6 കോഴിയിൽ ഇപ്പോൾ 3 എണ്ണേ ഉള്ളൂ. ബാക്കി 3 എണ്ണത്തിന്
പൂച്ച പിടിച്ചു. ഇപ്പോൾ ഇതേ പൂച്ചേനെ കണ്ടു. ഞങ്ങൾ പൂച്ചനെ തല്ലാനായിട്ട് വടിയായിട്ടിരിക്കുക. ജസ്ലിൻ്റെ കയ്യിലും വടിയുണ്ട്, കാണിച്ചേ. ആ ഞങ്ങളിപ്പോൾ ജസ്ലിൻ്റെ മുടി വെട്ടിക്കാനായിട്ട് പോവുക. മുടിയൊക്കെ വളർന്നാണല്ലേ, മുടി വെട്ടിക്കാനായിട്ട് ഇപ്പോൾ പോവുക. മുടി വെട്ടാം. ഇവിടെ ഈ വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്, മറ്റേ എക്സാമിന് വേണ്ടിയിട്ട്. ഇവിടെ ജ്യോതിനികേത് സ്കൂളിൽ കിടക്കുന്ന വണ്ടികളാണ്. അവിടെ എല്ലായിടത്തും പാർക്കിങ്. ജസ്റ്റിൻ്റെ മുടി വെട്ടാനായിട്ട് എപ്പോഴും പോകുന്നൊരു കടയുണ്ടായിരുന്നു, അവിടെ തുറന്നിട്ടില്ല. ഈ കടയിൽ വന്നു. അവിടെ കസേര ഇരുത്തി എന്നിട്ടാ മുടി വെട്ടിയത്. അങ്ങനെ 5:10 ജസ്ലിൻ ഇതുവരെ എണീറ്റിട്ടില്ല. ലിബിയാണെങ്കിൽ പിന്നെ ഇതുവരെ വിളിച്ചിട്ടുമില്ല. എക്സാം തീർന്ന് കാണത്തില്ല, അതുകൊണ്ടായിരിക്കും. 5:50 ലിബി വിളിച്ച് അങ്ങോട്ട് പോവാം. എക്സാമിന്റെ തിരക്കായത് കണ്ടോ. ഞാൻ ലിബിയുടെ സ്കൂളിൽ വന്നു. ഒരു മെസ്സേജ്, കുറച്ചുകൂടെ ടൈം എടുക്കുക, എല്ലാ ആൻസർ ഷീറ്റും കൗണ്ട് ചെയ്യുക. ആറ് 50 ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ 6:50. ഇപ്പോഴത്തെ സെബാനൊക്കെ ഉണ്ട്. അത് 56 സംതിങ് ഉണ്ട്. സെബാൻ ജസ്ലിൻ എത്ര മണിയാ എണീറ്റമ്മ?